നമസ്കാരം. നോമ്പ് വിചാരത്തിലേക്ക് ഏവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഇന്നത്തെ ധ്യാനത്തിനായി നിശ്ചയിച്ചിരിക്കുന്നത് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. 2 മനുഷ്യർ പ്രാർത്ഥിപ്പാൻ ദേവാലയത്തിൽ പോയി. ഒരുത്തൻ പരീശൻ, മറ്റവൻ ചുങ്കക്കാരൻ. പരീശൻ നിന്നുകൊണ്ട് തന്നോട് തന്നെ, ദൈവമേ, പിടിച്ചുപറിക്കാർ, നീതികെട്ടവർ, വ്യഭിചാരികൾ മുതലായ ശേഷം മനുഷ്യരെ പോലെയോ ഈ ചുങ്കക്കാരനെ പോലെയോ ഞാൻ അല്ലായികയാൽ നിന്നെ വാഴ്ത്തുന്നു. ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെയും പതാരം കൊടുത്തു വരുന്നു എന്നിങ്ങനെ പ്രാർത്ഥിച്ചു. ഈ കോവിഡ് കാലത്ത് നാം ഏറ്റവും അധികം കേട്ടിട്ടുള്ള വാക്കുകളിൽ ഒന്ന് മ്യൂട്ടേഷൻ അഥവാ വകഭേദം എന്നാണ്. ഒരു തരത്തിലുള്ള കോവിഡ് അതിൻ്റെ ശക്തി നഷ്ടപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ അത് സ്വയം മറ്റൊരു രൂപമായി മാറ്റപ്പെടുന്നതിനെയാണ് നാം മ്യൂട്ടേഷൻ അഥവാ വകഭേദം എന്ന് പറയുന്നത്. നമ്മുടെ സമൂഹത്തിൽ അസമത്വത്തിൻ്റെയും വേർതിരിവിൻ്റെയും വിവേചനത്തിൻ്റെയും ധാരാളം വകഭേദങ്ങളുണ്ട്. ഈ നോമ്പ് കാലത്ത് മറ്റൊരു തരത്തിലുള്ള വിവേചനത്തിൻ്റെയും വേർതിരിവിൻ്റെയും മ്യൂട്ടേഷൻ അഥവാ വകഭേദം സംഭവിക്കുന്നുവോ എന്ന് ഒരു ആത്മപരിശോധന ചെയ്യുന്നത് നന്നായിരിക്കും. ഈ വേദഭാഗത്ത് പരാമർശിച്ചിരിക്കുന്ന പരീശൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ സമീപത്ത് നിൽക്കുന്ന ചുങ്കക്കാരനെ ഉപവാസത്തിൻ്റെ പേരിൽ പരിഹസിക്കുന്നതിനും അപഹസിക്കുന്നതിനും ശ്രമിക്കുകയാണ്. താൻ 2 വട്ടം ആഴ്ചയിൽ ഉപവസിക്കുന്നു എന്നത് യഥാർത്ഥത്തിൽ സമീപത്ത് നിൽക്കുന്ന ചുങ്കക്കാരന് ഉപദ്രവകരമായി ഭവിക്കുകയാണ്. സ്വയം നീതീകരിക്കുന്നതിനും സമീപത്ത് നിൽക്കുന്ന സഹോദരനെ ഉപദ്രവിക്കുന്നതിനുമായി അയാളുടെ ഉപവാസം മാറ്റപ്പെടുകയാണ്. ഇത്തരം ഉപദ്രവകരമായ ഉപവാസങ്ങൾ ഈ നോമ്പ് കാലത്ത് അപഹാസ്യമാകുന്നില്ലേ എന്ന് നാം ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. എന്നാൽ യഥാർത്ഥത്തിൽ എന്താണ് നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും ഉദ്ദേശ്യം അഥവാ ലക്ഷ്യം? ആരെയും നോവിക്കാനല്ല, മറിച്ച് നിരപ്പിനുള്ള സാധ്യത കണ്ടെത്തുവാനും നിരപ്പിൻ്റെ വകഭേദങ്ങൾ അന്വേഷിക്കാനുമാണ്. ഉടയവനോടും ഉടലിനോടുമുള്ള അനുരഞ്ജനമാണ് അർത്ഥവത്തായ ഉപവാസം. ഈ നോമ്പ് കാലത്ത്, ഈ ഉപവാസം നാം ശ്രദ്ധയോടെ അനുഷ്ഠിക്കുന്ന ഈ കാലത്ത് വെറുപ്പിൻ്റെ വകഭേദങ്ങളല്ല, നിരപ്പിൻ്റെ വകഭേദങ്ങൾ കണ്ടെത്താൻ നമുക്ക് ഈ വേദഭാഗവും ഇന്നത്തെ ധ്യാനവും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, വെറുപ്പിൻ്റെ വകഭേദങ്ങൾ പെരുകുന്ന ലോകത്ത് നിരപ്പിൻ്റെ വകഭേദങ്ങൾ അന്വേഷിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. നമസ്കാരം. നോമ്പ് വിചാരത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാമത്തെ അധ്യായം 24-ാമത്തെ വാക്യം. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ അവന് കൊള്ളായിരുന്നു. ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു. ഒരു വ്യക്തിക്ക് മറ്റൊരാളോട് പറയാൻ കഴിയുന്ന ഏറ്റവും കഠിനമായ വാചകം ഏതായിരിക്കും? പലതരത്തിൽ നമുക്ക് ഈ വിഷയത്തെ സമീപിക്കാവുന്നതാണ്. ഉദാഹരണത്തിന്, മക്കൾ അപ്പനോട് പറയുകയാണ്, നിങ്ങൾ എൻ്റെ അപ്പനല്ലായിരുന്നു എങ്കിൽ. ഭാര്യ ഭർത്താവിനോട് പറയുകയാണ്, നീ എൻ്റെ ഭാര്യ അല്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അമ്മയോട് മക്കൾ പറയുകയാണ്, നിങ്ങൾ എൻ്റെ അമ്മ അല്ലായിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. നമ്മുടെ കൂട്ടുകാരോട് നമ്മൾ പറയുക, നീ എൻ്റെ കൂട്ടുകാരനോ കൂട്ടുകാരിയോ അല്ലായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെ ഒരു വാചകം കേൾക്കുക എന്നത് വല്ലാത്ത ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒന്നാണ്. 3.5 വർഷം തന്നോടൊപ്പം കഴിഞ്ഞതായ ശിഷ്യൻ ഉണ്ടും സഞ്ചരിച്ചും അനുഭവങ്ങൾ പങ്കിട്ടും സന്തോഷിച്ചും ദുഃഖിച്ചുമൊക്കെ ഒരുമിച്ച് യാത്ര ചെയ്ത യൂദായെക്കുറിച്ച് യേശു പറയുകയാണ്, ആ മനുഷ്യൻ
എൻ്റെ ശിഷ്യനല്ലായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്നതിനേക്കാൾ കുറച്ചുകൂടെ കടുപ്പിച്ചു പറയുകയാണ്, ആ മനുഷ്യൻ ജനിക്കാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പാഴായിപ്പോയ, അലസിപ്പോയ ഒരു ജന്മമാണ് യൂദായുടേത്. എങ്ങനെയാണ് നമ്മുടെ ജന്മവും ജീവിതവും പാഴായി പോകുന്നത്? നമുക്ക് മറ്റുള്ളവർ നാം അർഹിക്കുന്നതിനേക്കാൾ അധികം നൽകുന്ന സ്നേഹം പാഴാക്കുമ്പോഴാണ് ജീവിതം തന്നെ പാഴായി പോകുന്നത്. ഇങ്ങനെ പാഴായി പോകുന്നോ എൻ്റെ ജീവിതമെന്ന് ചിലപ്പോഴെങ്കിലും ചിന്തിക്കാത്തവരോ അങ്ങനെ വിചാരിക്കാത്തവരോ ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. ആരുടെയെങ്കിലും മനസ്സിൽ എൻ്റെ ജീവിതം പാഴായി പോയല്ലോ എന്നത് കേട്ട് പഴകിയിട്ടുണ്ടെങ്കിൽ ഈ വേദഭാഗം നമുക്ക് നൽകുന്ന വലിയ സന്ദേശം പാഴായിപ്പോയ ജീവിതത്തെ തിരികെ പിടിക്കാൻ സാധിക്കും എന്നതാണ്. ഈ വലിയ സത്യം യൂദായിക്ക് തിരിച്ചറിയുന്നതിന് സാധിച്ചില്ല. തൻ്റെ ജന്മം പാഴായിപ്പോയതോർത്ത് ജീവിതത്തെ ഹോമിച്ചു കളഞ്ഞ, എറിഞ്ഞുടച്ച ഒരു മനുഷ്യനാണ് യൂദാസ്. എന്നാൽ ജീവിതം തിരികെ പിടിക്കാമെന്നും അതെത്ര പാഴായിപ്പോയാലും പഴകിപ്പോയാലും മടങ്ങി വരാനും തിരുത്താനുമുള്ള ഒരു തുരുത്താണ് കാൽവറിയിലെ കുരിശെന്ന് പത്രോസ് തിരിച്ചറിഞ്ഞു. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ജീവിതം അലസിപ്പോയെന്നോ ജീവിതം കൈമോശം വന്നെന്നോ ജീവിതം പാഴായിപ്പോയി എന്ന് നിങ്ങളിൽ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ ജീവിതം എറിഞ്ഞുടയ്ക്കാൻ വരട്ടെ. പത്രോസിനെ പോലെ മടങ്ങി വരാനും തിരുത്താനും ഒരു തുരുത്തുണ്ട്. ആ തുരുത്താണ് നമ്മുടെ അരുമനാഥനായ കർത്താവിൻ്റെ കുരിശ്. ഈ നോമ്പ് അതിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ. ജീവിതത്തെ തിരികെ പിടിക്കാനുള്ള ധൈര്യം നമുക്ക് നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങളുടെ ജീവിതം പാഴായിപ്പോയി എന്നും കൈവിട്ടുവെന്നും ഞങ്ങൾ ചിന്തിക്കുകയും ജീവിതത്തെ തന്നെ എറിഞ്ഞുടച്ചാലോ എന്ന് പലതവണ ചിന്തിച്ചിട്ടുള്ളവരുമാണ് എന്ന് ഞങ്ങൾ സമ്മതിക്കുന്നു. എന്നാൽ യൂദായെ പോലെയല്ല, പത്രോസിനെ പോലെ തിരുത്താനും മടങ്ങി വരാനും ഒരിടം കാൽവറിയിൽ ഞങ്ങൾക്കുണ്ട് എന്നതോർക്കുവാൻ ഈ നോമ്പുകാലം ഞങ്ങൾക്ക് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. നമസ്കാരം. നോമ്പ് വിചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 20-21 വാക്യങ്ങൾ. എന്നാൽ ബറബ്ബാസിനെ ചോദിപ്പാനും യേശുവിനെ നശിപ്പിപ്പാനും മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പുരുഷാരത്തെ സമ്മതിപ്പിച്ചു. നാടുവാഴി അവരോട്, ഈ ഇരുവരിൽ ഏവനെ വിട്ടുതരണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് ചോദിച്ചതിന് ബറബ്ബാസിനെ എന്ന് അവർ പറഞ്ഞു. സ്വാതന്ത്ര്യം ഇഷ്ടമില്ലാത്തവർ ആരാണ്? എന്താണ് സ്വാതന്ത്ര്യം? സ്വയം കാര്യങ്ങൾ തീരുമാനിക്കാനും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുമുള്ള കഴിവിനെയാണ്, പ്രാപ്തിയെയാണ് നാം സ്വാതന്ത്ര്യമെന്ന് സാധാരണ വിവക്ഷിക്കുന്നത്. ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താനുമൊക്കെ കഴിയുക എന്നതിനെയാണല്ലോ സ്വാതന്ത്ര്യമെന്ന് വളരെ നാം ലളിതമായി പറയുന്നത്. എന്നാൽ സ്വാതന്ത്ര്യം ആന്തരിക സ്വാതന്ത്ര്യമായും സർഗാത്മക സ്വാതന്ത്ര്യമായും മാറുന്നത് ആ സ്വാതന്ത്ര്യത്തിൻ്റെയും തെരഞ്ഞെടുപ്പിൻ്റെയും തീരുമാനത്തിൻ്റെയും അടിസ്ഥാനം ദൈവഹിതവും ദൈവ ഇഷ്ടവും ആകുമ്പോഴാണ്. ഇവിടെ നാം വായിച്ച വേദഭാഗത്ത് നാടുവാഴിയും പീലാത്തോസുമൊക്കെ ജനത്തിന് തെരഞ്ഞെടുക്കാനുള്ള, തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുന്നു. എന്താണ് അവർ തീരുമാനിക്കേണ്ടത്? എന്താണ് അവർ തെരഞ്ഞെടുക്കേണ്ടത്? അവരുടെ മുൻപിൽ രണ്ട് സാധ്യതകൾ. ഒന്നുകിൽ അവർക്ക് യേശുവിനെ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ബറബ്ബാസിനെ തിരഞ്ഞെടുക്കാം. എന്നാൽ ജനം തിരഞ്ഞെടുത്തത് ബറബ്ബാസിനെയാണ്. 20-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ബറബ്ബാസിനെ തിരഞ്ഞെടുക്കാൻ നാടുവാഴിയും പീലാത്തോസും ജനത്തെ കൊണ്ട് സമ്മതിപ്പിച്ചിരുന്നു. അപ്പോൾ ജനത്തിൻ്റെ സമ്മതം എന്നത് ഉണ്ടാക്കിയെടുത്തതാണ്, കൃത്രിമമാണ്.
ജനത്തിൻ്റെ സമ്മതം, ജനത്തിൻ്റെ സമ്മതി എന്നത് കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നതാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രസക്തി. ഒരു സത്യാനന്തര കാലത്ത് നാം ജീവിക്കുമ്പോൾ ടിവിയും പത്രങ്ങളും സാമൂഹ്യ മാധ്യമങ്ങളും നമ്മുടെ തീരുമാനങ്ങളെയും നമ്മുടെ സമ്മതങ്ങളെയും നമ്മുടെ വിസമ്മതങ്ങളെയും നിശ്ചയിക്കുന്നു. നമ്മൾ എന്ത് സമ്മതിക്കണമെന്നും നമ്മൾ എന്തിനോടൊക്കെ വിസമ്മതിക്കണമെന്നും ആരൊക്കെയോ എവിടെയൊക്കെയോ തീരുമാനിക്കുകയാണ്. ഇതുതന്നെയാണ് ജനത്തിന് സംബന്ധിച്ച അപകടവും. യേശുവിനെയും ബറബാസിനെയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ജനത്തിന് നൽകിയെങ്കിലും അവർക്ക് ബറബാസിനെ തീരുമാനിക്കാൻ മാത്രം കഴിയുന്ന തരത്തിൽ ഒരു പ്രത്യേക സമ്മതി അവിടെ അധികാരവർഗം ഉണ്ടാക്കിയെടുത്തിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ആണ് സമ്മതിക്കുന്നത്, നാം ആണ് തീരുമാനിക്കുന്നത്. പക്ഷേ എന്ത് സമ്മതിക്കണമെന്നും എന്ത് തീരുമാനിക്കണമെന്നും ഈ സത്യാനന്തര കാലത്ത് നാം അല്ല, മറ്റാരൊക്കെയോ ആണ് തീരുമാനിക്കുന്നത്. നമ്മുടെ സമ്മതികളുടെ പിന്നിലുള്ള ശക്തികളെ തിരിച്ചറിയുവാനും ചിലത് സമ്മതിക്കാനും ചിലത് തീരുമാനിക്കാനും നമ്മെ നിർബന്ധിക്കുന്ന നാടുവാഴിയായ പീലാത്തോസിൻ്റെ ഇന്നത്തെ അവതാരങ്ങളെയും വേതാളങ്ങളെയും രൂപങ്ങളെയും തിരിച്ചറിയാൻ കഴിയുന്നതാണ് അർത്ഥവത്തായ നോമ്പ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഞങ്ങൾ എന്ത് കഴിക്കണമെന്നും എന്ത് തീരുമാനിക്കണമെന്നും എന്ത് സമ്മതിക്കണമെന്നും ഞങ്ങളാണ് തീരുമാനിക്കുന്നതെന്ന് ഞങ്ങൾ കരുതുന്നെങ്കിലും മറ്റാരോ ഞങ്ങളെ നിർബന്ധപൂർവം സമ്മതിപ്പിക്കുന്നു. അത്തരം ശക്തികളെ തിരിച്ചറിയുവാനും ക്രിസ്തു നൽകുന്ന യഥാർത്ഥ ആന്തരിക സ്വാതന്ത്ര്യത്തിലേക്ക് വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. നമസ്കാരം. നോമ്പ് വിചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അന്ന് പന്തിരുവരിൽ ഒരുത്തനായ യൂദാ ഇസ്കരിയോത്താവ് മഹാപുരോഹിതന്മാരുടെ അടുക്കൽ ചെന്നു, നിങ്ങൾ എന്തു തരും? ഞാൻ അവനെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവർ അവന് 30 വെള്ളിക്കാശ് തൂക്കിക്കൊടുത്തു. ആത്മാഭിമാനത്തിൻ്റെ പരകോടിയിൽ നാം പറയും, എന്നെ അങ്ങനെ ആരും വിലക്കെടുക്കാമെന്ന് നോക്കണ്ട, ഞാനൊരു വിൽപ്പന ചരക്കല്ല, എന്നെ ആർക്കും വാങ്ങാൻ കഴിയില്ല. സാധാരണഗതിയിൽ ഇത്തരം വാചകങ്ങൾ നാം പറയുന്നത് അനധികൃതമായ വിധത്തിൽ എന്തെങ്കിലും സാധിക്കാനോ ഏതെങ്കിലും തരത്തിൽ നമ്മെ സ്വാധീനിക്കാനോ ശ്രമിക്കുമ്പോഴാണ്. എന്നാൽ ഇവിടെ ഈ വായിച്ച വേദഭാഗത്ത് യൂദാസ് ആരും യൂദായെ വിൽപ്പനയ്ക്കായി സമീപിക്കുകയല്ല, യൂദാ സ്വയം വിൽക്കാൻ ശ്രമിക്കുകയാണ്. യേശുവിനെ ഒറ്റിക്കൊടുക്കാം, അവനെ കാണിച്ചു തരാം, തനിക്ക് എന്ത് കിട്ടും? തന്നെ തന്നെ കച്ചവടം ചെയ്യാൻ, തന്നെ തന്നെ വിലയ്ക്ക് വിൽക്കാൻ യൂദാ തയ്യാറാവുകയാണ്. എത്രയാണ് തനിക്ക് യഹൂദന്മാർ കൽപ്പിച്ചിരിക്കുന്ന വില? അതറിയാനുള്ള വലിയ കൗതുകത്തിലാണ് യൂദാസ്. യൂദായ്ക്ക് യഹൂദ നേതാക്കന്മാർ കൽപ്പിച്ചത് തുച്ഛ വിലയാണ്. ഒറ്റിക്കൊടുക്കുന്നവന് തുച്ഛ വിലയല്ലാതെ പിന്നെ എന്ത് കിട്ടാൻ? 30 വെള്ളിക്കാശാണ് യഹൂദന്മാർ യൂദായ്ക്ക് കൽപ്പിച്ച വില. സൗകര്യപ്രദമായി ജീവിക്കുന്നവർക്ക്, സൗകര്യപ്രദമായ വിധത്തിൽ നിലപാടുകൾ സ്വീകരിക്കുന്നവർക്ക് താൽക്കാലികമായ ചില നേട്ടങ്ങളും സമ്പാദ്യങ്ങളും ഉണ്ടായി എന്ന് വരാം. സൗകര്യപ്രദമായ സമ്പാദ്യങ്ങൾ ഉപകാരപ്രദമല്ല. ഇവിടെ യൂദാ താൻ സമ്പാദിച്ച 30 വെള്ളിക്കാശ് കഠിനമായ പാപബോധത്താൽ തിരികെ അവർക്ക് മടക്കി കൊടുക്കുന്നു. എന്നാൽ അവർ ആ പണം വാങ്ങാൻ തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, അതുകൊണ്ട് അവർ കുശവന്റെ നിലം വാങ്ങി അതിന് രക്തനിലമെന്ന് പേർ വിളിച്ചു. ജീവിതത്തെ വിൽക്കുവാൻ ശ്രമിക്കുന്നവർ, സ്വയം വില കൽപ്പിക്കാതെ മറ്റുള്ളവർ തങ്ങൾക്ക് കൽപ്പിക്കുന്ന വില അറിയാൻ വല്ലാതെ വ്യാമോഹിക്കുന്ന മനുഷ്യർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് യൂദാസ്. കൃപയുടെ തുലാസിൽ
യൂദ കണ്ടത് കൃപയുടെ തട്ട് താണിരിക്കുന്നതല്ല, മറിച്ച് കൃപയുടെ തട്ട് ഉയർന്നിരിക്കുന്നതും തൻ്റെ പാപം താണിരിക്കുന്നതുമാണ്. കൃപയുടെ തുലാസിലേക്ക് നോക്കിയപ്പോൾ യൂദയ്ക്ക് സങ്കടം സഹിക്കാനാവുന്നില്ല. അവൻ ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ കൃപയുടെ തുലാസിലേക്ക് മറ്റൊരാൾ നോക്കിയിരുന്നു. അത് പത്രോസാണ്. പത്രോസ് നോക്കിയപ്പോൾ കണ്ടത് താൻ യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു എന്ന പാപം ഉയർന്നിരിക്കുന്നതും അവന് തന്നോടുള്ള സ്നേഹവും കൃപയുടെയും തട്ട് താണിരിക്കുന്നതുമാണ്. അതുകൊണ്ട് തൻ്റെ പാപത്തിനുള്ള തുലാഭാരമായി യൂദാസ് കണ്ടത് ആത്മഹത്യയാണെങ്കിൽ തൻ്റെ പാപത്തിനുള്ള തുലാഭാരം പത്രോസ് നിർവഹിച്ചത് കണ്ണുനീര് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, കൃപയുടെ തുലാസിൽ കൃപയുടെ തട്ട് തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. നാം എത്ര തവണ തെറ്റിപ്പോയാലും എത്ര ഗുരുതരമായ പാപം ചെയ്താലും കൃപയുടെ തട്ട് ഉയർന്നു തന്നെ ഇരിക്കും. എന്നാൽ പാപത്തിനുള്ള തുലാഭാരം ജീവിതം എറിഞ്ഞുടയ്ക്കലല്ല, കണ്ണുനീര് കൊണ്ടുള്ള തുലാഭാരമാണ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, പല വിധത്തിൽ ഞങ്ങൾ നിന്നെ ദുഃഖിപ്പിച്ചും നിന്നെ തള്ളിപ്പറഞ്ഞും നിന്നിൽ നിന്നും അകന്നും പോയി. എന്നാൽ ഞങ്ങളുടെ പാപത്തിനുള്ള പരിഹാരം, ഞങ്ങളുടെ പാപത്തിന് ഉള്ള പരിഹാരമായി ഞങ്ങൾ കാണേണ്ടത് ജീവിതത്തെ വേണ്ട എന്ന് വെക്കലല്ല, കണ്ണുനീര് കൊണ്ടുള്ള തുലാഭാരമാണ് എന്ന് ഞങ്ങളെ ഓർപ്പിച്ചതുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കൃപയുടെ തുലാസ് ഞങ്ങൾ നോക്കുമ്പോൾ നിന്റെ കൃപ അതിരിക്കുന്നതായ തട്ട് ഞങ്ങളുടെ പാപത്തേക്കാൾ എത്രയോ ഉയർന്നിരിക്കുന്നത് എന്ന് കാണുവാനും അത് മനസ്സിലാക്കുവാനും കണ്ണുനീര് കൊണ്ടുള്ള തുലാഭാരമായി ഈ നോമ്പുകാലം പരിവർത്തിപ്പിക്കുന്നതിനും ഞങ്ങൾക്ക് സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. നമസ്കാരം. നോമ്പ് വിചാരത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 27-ാം അധ്യായം 24-ാം വാക്യം. ആരവാരം അധികമാകുന്നതല്ലാതെ ഒന്നും സാധിക്കുന്നില്ല എന്ന് പീലാത്തോസ് കണ്ടിട്ട് വെള്ളമെടുത്ത് പുരുഷാരം കാൺകെ കൈകഴുകി, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളുവീൻ എന്ന് പറഞ്ഞു. അഭിനയത്തിൻ്റെ അപാരത അറിഞ്ഞവർക്ക് ലോകം നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഓസ്കാർ. അഭിനയത്തിൻ്റെ കൈലാസം കയറിയവർക്ക് ഇന്ത്യ ഗവൺമെന്റ് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളാണ് ഭരത് അവാർഡും ഉർവശി അവാർഡും. ഈ വായിച്ച വേദഭാഗത്ത് ഓസ്കാറിനെ വെല്ലുന്ന അവാർഡിന് അർഹനാണ് പീലാത്തോസ്. തൻ്റെ മുൻപിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന യേശുവിനെ കൊല്ലാൻ എല്ലാവിധത്തിലും ഗൂഢാലോചന മത നേതാക്കന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ചേർന്ന് നടത്തിയെന്നും യേശുവിനെക്കുറിച്ച് പറയുന്ന സാക്ഷ്യങ്ങൾ മുഴുവൻ വാടകയ്ക്കെടുത്ത കള്ളസാക്ഷികളാണ് നിർവഹിക്കുന്നതെന്നും ബറബാസിനെ വേണമെന്ന് പുരുഷാരം പറയുന്നത് നാടുവാഴികളുടെയും അധികാരികളുടെയും സമ്മർദ്ദത്താലാണെന്നും ജനത്തിൻ്റെ സമ്മതിയും ഭൂരിപക്ഷ അഭിപ്രായവും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതാണെന്നും വളരെ വ്യക്തമായി അറിയുന്നയാളാണ് പീലാത്തോസ്. അതിലുപരി നീതിമാന്റെ രക്തത്തിൽ ഇടപെടരുതെന്ന് പീലാത്തോസിന്റെ ഭാര്യ മുന്നറിയിപ്പ് നൽകുകയാണ്. എന്നാൽ ഇതിലൊന്നും ഇടപെടാതെ നിസ്സഹായതയും നിഷ്കളങ്കതയും അഭിനയിച്ച് കൈ കഴുകി പീലാത്തോസ് രക്ഷപ്പെടുകയാണ്. കാലുവാരലുകളുടെ കാലത്ത് കൈ കഴുകി രക്ഷപ്പെടുന്ന ഓസ്കാർ സമ്മാനാർഹിതനാണ് പീലാത്തോസ്. അഭിനയമല്ല, ആർജവമാണ് ഈ നോമ്പുകാലത്ത് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇടപെടേണ്ട സന്ദർഭങ്ങളിൽ കാലുവാരലുകളുടെ സാഹചര്യത്തിൽ കൈ കഴുകി നിഷ്കളങ്കനും നിസ്സഹായനുമായി അഭിനയിക്കാനല്ല, ശക്തമായും വ്യക്തമായും ഇടപെടുന്ന ആർജവമാണ് യഥാർത്ഥ നോമ്പ്. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന കർത്താവേ, അഭിനയം സംസ്കാരമായിരിക്കുന്ന ലോകത്ത് ആർജവമുള്ളവരായി ജീവിപ്പാൻ സഹായിക്കണമേ. കൈ കഴുകി രക്ഷപ്പെടുന്നവരായിട്ടല്ല, ഇടപെടുന്നവരായി ക്രൂശിതരെ കണ്ടെത്തി അവരുടെ വിമോചനത്തിനു വേണ്ടി അധ്വാനിക്കുന്നവരായി ഈ നോമ്പുകാലം ഞങ്ങളെ രൂപപ്പെടുത്തണമേ.
യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ. നമസ്കാരം. നോമ്പ് വിചാരത്തിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിക്കുന്നത് എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 12-13 വാക്യങ്ങളാണ്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലുക. ഏതാനും നാളുകൾക്ക് മുൻപ് ഇടുക്കിയിൽ പാപ്പാത്തിച്ചോല എന്ന സ്ഥലത്ത് അനധികൃതമായി ഉയർത്തിയ ഒരു കുരിശ് ഉദ്യോഗസ്ഥർ JCBയുടെ സഹായത്തോടെ ഉടച്ച് മുറിച്ചു കളഞ്ഞു. കുരിശിനോട് JCB കൊണ്ട് അത്തരത്തിൽ പെരുമാറിയത് മതനിന്ദയായും ദൈവനിന്ദയായും പലരും വ്യാഖ്യാനിച്ചു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഉദ്യോഗസ്ഥർ കുരിശിനെ അവഹേളിക്കുകയായിരുന്നില്ല. അനധികൃതമായി കയ്യേറിയ ഭൂമിയെ ന്യായീകരിക്കാൻ കുരിശ് നാട്ടിയതിനെയാണ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത്. സർക്കാർ ഭൂമി കയ്യേറി അതിനെ ന്യായീകരിക്കാനും അതിനെ സ്വാധൂകരിക്കാനുമാണോ കുരിശ് ഉപയോഗിക്കേണ്ടത്? കുരിശിന്റെ ഉദ്ദേശ്യം അതാണോ? ഇവിടെ യേശു കർത്താവ് പാളയത്തിന് പുറത്ത് ക്രൂശിക്കപ്പെടുകയാണ്. പാളയം എന്നത് പുറമ്പോക്ക് ഭൂമിയാണ്. കുഷ്ഠരോഗികളെയും അശുദ്ധരെയും പാപികളെയും ഒക്കെ മുദ്രകുത്തി മരണയോഗ്യർ എന്ന് കൽപ്പിച്ച് വിധി തീർപ്പാക്കി അവരെ പാളയത്തിന് പുറത്തേക്ക് എറിഞ്ഞു കളയുന്നത് യഹൂദന്മാരുടെ പതിവാണ്. അങ്ങനെ പാളയത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട, നഗരത്തിൽ നിന്നും പുറത്തേക്ക് എറിയപ്പെട്ട കമ്മട്ടിപ്പാടമാണ് ഗാഗുൽത്ത. ഈ കമ്മട്ടിപ്പാടങ്ങളിൽ അല്ലെങ്കിൽ പുറമ്പോക്കിലാണ് യേശുവിൻ്റെ ക്രൂശ് ഉയർത്തപ്പെട്ടത്. യേശു മരിച്ചത് പാപികൾക്കിടയിലാണ്, പുറമ്പോക്കിലാണ്. എന്നാൽ ഇന്ന് പുറമ്പോക്കിൽ മരിച്ച യേശുവിനെയും പുറമ്പോക്കിൽ ഉയർത്തപ്പെട്ട കുരിശിനെയും പുറമ്പോക്കുകളെ കയ്യേറ്റ ഭൂമികളായി കൈവശമാക്കാനാണ് പലരും ഉപയോഗിക്കുന്നത്. എന്നാൽ പുറമ്പോക്കുകളെ കൈവശമാക്കാനല്ല, പുറമ്പോക്കുകളെ വീണ്ടെടുക്കാനാണ് യഥാർത്ഥത്തിൽ ഈ നോമ്പുകാലത്ത് നാം ശ്രമിക്കേണ്ടത്. നമ്മുടെയൊക്കെ സാമൂഹിക പരിസരങ്ങളിൽ നിന്നും പുറത്തേക്ക് എറിയപ്പെട്ട, നാം തന്നെ സൃഷ്ടിച്ചതായ പുറമ്പോക്കുകളും കമ്മട്ടിപ്പാടങ്ങളും വീണ്ടെടുക്കാനാവട്ടെ ഈ നോമ്പുകാലത്തെ നമ്മുടെ കുരിശ് ധ്യാനങ്ങൾ. മറിച്ച് സർക്കാർ ഭൂമി കയ്യേറുന്നതിനും പുറമ്പോക്ക് ഭൂമി സ്വന്തമാക്കുന്നതിനുമുള്ള ശ്രമങ്ങൾ, അതാണ് യഥാർത്ഥത്തിൽ കുരിശിനോടുള്ള അവഹേളനയും ദൈവനിന്ദയും. പുറമ്പോക്കുകളെ വീണ്ടെടുക്കുന്ന പുതിയ പുറപ്പാടിൻ്റെ ഗാഗുൽത്താകളായി നമുക്ക് പുറമ്പോക്കുകളെ രൂപപ്പെടുത്താൻ ദൈവം ഈ നോമ്പുകാലത്ത് സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനധികൃത ഭൂമിയും പുറമ്പോക്കുകളും സ്വന്തമാക്കുന്നതിനും അത് ന്യായീകരിക്കുന്നതിനും കുരിശ് ഉപയോഗിക്കുന്ന അത്തരമിടങ്ങളിൽ നിറയെ കുരിശ് നാട്ടി കുരിശ് കൃഷികൾ നടത്തുന്ന ഒരു കാലത്ത് കുരിശിൻ്റെ യഥാർത്ഥ ലക്ഷ്യം തിരിച്ചറിയുന്നതിനും അത് പുറമ്പോക്കുകളെ സ്വന്തമാക്കാനല്ല, പുറമ്പോക്കുകളെ വീണ്ടെടുക്കാനാണെന്നും അത്തരം വീണ്ടെടുപ്പിൻ്റെ ഒരു പുറപ്പാടിനായി ഈ നോമ്പുകാലം സ്വയം ഒരുങ്ങുന്നതിനും ഞങ്ങൾക്കെല്ലാവർക്കും സഹായിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കരുണയോടെ കേൾക്കണമേ. ആമേൻ.